കൃഷ്ണൻ. അതെ, തിരുവനന്തപുരത്തെ ബാലരാമപുരത്തെ വാർത്തയുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനാണ്. ദേവേന്ദുവിൻ്റേത് മുങ്ങിമരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ജീവനോടെ കിണറ്റിലെറിഞ്ഞുവെന്നാണ് പോലീസിന്റെ നിഗമനം. കുഞ്ഞിന്റെ കയ്യിൽ 2 പാടുകളുണ്ട്. കിണറ്റിലേക്ക് എറിഞ്ഞപ്പോൾ കൈയിടിച്ചതാകാമെന്നാണ് സംശയിക്കുന്നത്. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അലക്സ്, ഗുഡ് ഈവനിങ്. ആ പിഞ്ചു കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞുവെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് എന്ന് കരുതുന്നു. കാരണം പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നടത്തുമ്പോൾ മനസ്സിലാക്കാനാവുമല്ലോ എങ്ങനെയാണ്, ജീവനില്ലാതെയാണോ കിണറ്റിൽ വീണത്, അതോ ജീവനോടെ കിണറ്റിൽ വീണ ശേഷം വെള്ളം കുടിച്ച് മരിച്ചതാണോ എന്നത്. എന്താണ് ഈ പ്രാഥമിക റിപ്പോർട്ട് പറയുന്നത്? ക്രിസ്റ്റീന, ബാലരാമപുരം കോട്ടുകാൽ കോണത്താണ് ഇത്തരത്തിൽ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. 2 വയസ്സുകാരിയെ രാവിലെ കിണറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ചോദ്യം ചെയ്യലിനൊടുവിൽ അമ്മാവൻ കുറ്റസമ്മതം നടത്തുകയാണ്. അമ്മാവൻ ഈ കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയതാണെന്ന കുറ്റസമ്മതം നടത്തി വരുന്നു. അതിൽ പോലീസിന് സംശയം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും പോലീസ് സംശയിച്ചിരുന്ന കാര്യം, കാരണം ആ വീടിനുള്ളിൽ ഈ അമ്മാവൻ കിടന്നുറങ്ങിയിരുന്ന കട്ടിൽ അത് കത്തിയിരുന്നു. അത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച നിലയിൽ അത് കാണപ്പെട്ടിരുന്നു. മറ്റു ചില സംശയങ്ങൾ പോലീസിനുണ്ടായിരുന്നത് കുഞ്ഞിനെ ജീവനോടെയാണോ അതല്ലാതെയാണോ കിണറ്റിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു, പോലീസിനുണ്ടായിരുന്നു. ആ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് ദേവേന്ദുവിൻ്റെ. ആ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. മുങ്ങിയ മരണമാണ് കുഞ്ഞിൻ്റേതെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. അതായത് കുഞ്ഞ് ഈ കിണറിലേക്ക് വീഴുമ്പോൾ കുഞ്ഞിന് ജീവനുണ്ടായിരുന്നു. ജീവനോടെ കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിയുകയായിരുന്നു, കിണറ്റിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം. കുഞ്ഞിൻ്റെ കയ്യിൽ 2 മുറിവേറ്റ പാടുകളുണ്ടായിരുന്നു. ആ പാടുകൾ കിണറ്റിലേക്ക് എറിയവേ അത് കിണറിൻ്റെ വക്കിലോ മറ്റോ തട്ടി അത്തരത്തിൽ മുറിവുണ്ടായതാകാം എന്നാണ് പോലീസിന്റെ നിഗമനം. ഇതാണ് പ്രാഥമിക നിഗമനം. അതിൽ നിന്ന് പോലീസ് എത്തുന്ന അനുമാനം കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തി എന്ന് തന്നെയാണ്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. മനസ്സിലാക്കുന്നത് ഇന്ന് തന്നെ ബാലരാമപുരത്തെ കുടുംബ വീട്ടിൽ ദേവേന്ദുവിന്റെ മൃതദേഹം സംസ്കരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ചോദ്യം ചെയ്യലിൽ അമ്മാവൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ചില സംശയങ്ങൾ പോലീസിന് നിലനിൽക്കുന്നുണ്ട്. ഈ മാതാവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ അമ്മാവൻ ഇത്തരത്തിൽ കുറ്റസമ്മതം നടത്തിയത്, ആ കുറ്റം ഏറ്റെടുത്തതെന്നടക്കം പോലീസിന് സംശയം നിലനിൽക്കുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ ഒരുപക്ഷെ അതിന്റെ കാരണം, അതിന്റെ മോട്ടീവ് എന്താണെന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ആ കുഞ്ഞിന്റെ മൃതശരീരം അത് എത്തിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ ഉടൻ തന്നെ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഉമേഷ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഉമേഷ്, അങ്ങനെ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കുടുംബം തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു കൊലപാതകമാണ്. എപ്പോഴാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക? എങ്ങനെയാണ് ഈ സംസ്കാര ചടങ്ങ്? കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഇപ്പോൾ കുടുംബ വീട്, അതായത് കുട്ടിയുടെ അമ്മയുടെ കുടുംബ വീട് ഇവിടെയാണ്. ഇവിടേക്കാണ് എത്തിച്ചത്. ഇപ്പോൾ അതിന് തൊട്ട് മുകളിൽ അമ്മയുടെ സഹോദരന്റെ വീടുണ്ട്. ഈ സഹോദരന്റെ വീട്ടിലാണ് ഇപ്പോൾ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വെക്കുന്നത്. ഈ നാട്ടുകാരും ബന്ധുക്കളും അടങ്ങുന്ന വലിയ ഒരു ആളുകൾ കുട്ടിയെ കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിട്ടുണ്ട്. വളരെ വൈകാരികമായ ഒരു അനുഭവം, വളരെ വൈകാരികമായ ഒരു സാഹചര്യമാണ്. കാരണം കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് അമ്മയും അമ്മാവനും എല്ലാവരും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു കേസ്. അമ്മാവൻ ജീവനോടെ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊല്ലുന്ന ഒരു സാഹചര്യം. മനസാക്ഷി, ഒരുപക്ഷെ 2.5 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച കുട്ടി, ഇതൊക്കെ എന്താണ് ജീവിതമെന്ന് പോലും അറിയാത്ത, വേദന പോലും സഹിക്കാൻ കഴിയാത്ത ഒരു പ്രായത്തിൽ മുങ്ങി മരിക്കേണ്ടി വന്ന, ഈ കുടുംബാംഗങ്ങളുടെ ക്രൂരതയിൽ മുങ്ങി മരിക്കേണ്ടി വന്ന ഒരു കുട്ടി. എന്തായാലും ഈ മറ്റ് സംസ്കാര ചടങ്ങുകളൊന്നും ഇവിടെ ഇല്ല എന്നാണ് അറിയിച്ചത്. തൊട്ട് വീട്ടുവളപ്പിൽ തന്നെ ഒരു ചെറിയൊരു കുഴി ദേവേന്ദുവിനെ അടക്കം ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ആ കുഴിയിൽ അടക്കം ചെയ്യും. ഹൈന്ദവാചാര പ്രകാരമുള്ള മറ്റ് ചടങ്ങുകളൊന്നും ഉണ്ടാകില്ല. കാരണം കുട്ടി വളരെ കുഞ്ഞുകുട്ടി. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ, ചെറിയ കുട്ടിയാണ്, വളരെ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികൾ മരിക്കുമ്പോൾ ഉള്ള ചടങ്ങുകൾ മാത്രമാണ്. ഹൈന്ദവാചാര പ്രകാരമുള്ള വലിയ ചടങ്ങുകളിലേക്ക് പോകില്ല. അത് അങ്ങനെ തന്നെയാണ് ആചാരങ്ങൾ. കുഞ്ഞു കുട്ടിയാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സംസ്കരിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് തന്നെയാണ് കടക്കുന്നത്. അവിടെ നിൽക്കുന്ന സ്ത്രീകളൊക്കെ തന്നെ വല്ലാതെ വാവിട്ട് കരയുന്നുണ്ട്. നമുക്കും ആ ദൃശ്യങ്ങൾ വല്ലാതെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. 2 വയസ്സുള്ള പിഞ്ചു കുഞ്ഞാണ്. അത് കുടുംബം മുഴുവൻ തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥയുമാണ്. അയൽവക്കത്തുള്ളവരൊക്കെ ആകാം അവർ കണ്ണിൽ കണ്ട, ഒരു പക്ഷെ നടന്നു തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ ആ കുഞ്ഞിൻ്റെ ചേതനയറ്റ ശരീരമാണ് ഇപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ സംസ്കാരം നടക്കും. അലക്സ് റാം മുഹമ്മദും ഉമേഷ് ബാലകൃഷ്ണനുമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് പങ്കുവച്ചത്.